ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഫിനിറ്റിലൂടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാ യൂട്യൂബേഴ്സിനും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. പല പേരും എൻ്റെ അടുത്ത് സംശയം ചോദിച്ചിട്ടുണ്ട്. എന്നു പറഞ്ഞാൽ ഇന്ന് വരെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച സംശയമാണ്. ചാനൽ നെയിം ഞാൻ മാറ്റിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ ചാനലിൻ്റെ നെയിം സെർച്ച് ബാറിൽ വരുന്നില്ല. അല്ലെങ്കിൽ തന്നെ പുതിയൊരു യൂട്യൂബർ ആണെങ്കിൽ പോലും അയാൾ വീഡിയോസ് ഇടുന്നുണ്ട്, പക്ഷേ അയാളുടെ ചാനൽ നെയിം അത് സെർച്ച് ബാറിൽ വരുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ ചാനൽ നെയിം സെർച്ച് ചെയ്തിട്ട് സെർച്ചിങ്ങിൽ വരുന്നില്ല. അപ്പോൾ ഗായ്സ്, നമുക്ക് അതിൻ്റെ സൊല്യൂഷനാണ് ഗായ്സ് ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടെ ഓൾ നോട്ടിഫിക്കേഷനിൽ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഗായ്സ്, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു സ്റ്റെപ്പായിട്ടാണ് ചെയ്യാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഇതൊരു 3-4 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യാനുള്ളത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റെന്താണെന്ന് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണിച്ച തെറ്റെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം തന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഡെയിലി വീഡിയോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ഥിരം വീഡിയോസ് ചെയ്യണമെന്നല്ല. ഇപ്പോൾ ഇന്ന് ചെയ്താൽ ഒരു ദിവസം ചെയ്യേണ്ട, അതിൻ്റെ അടുത്ത ദിവസം ചെയ്യുക. ഇപ്പം നിങ്ങൾ ഒരു മാസത്തിൽ ഒരിക്കൽ ഒരു വീഡിയോ ചെയ്തിട്ട് അടുത്ത മാസം വീഡിയോ അപ്ലോഡ് ചെയ്തെന്നും പറഞ്ഞ് നിങ്ങളുടെ വീഡിയോസ് അല്ല നിങ്ങളുടെ ചാനൽ സെർച്ച് ബാറിൽ വരാനുള്ള ചാൻസ് ഇല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പുതിയൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ ഇന്ന് ഒരു വീഡിയോ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ് ഒരു വീഡിയോ ചെയ്താൽ നിങ്ങളുടെ ചാനൽ നെയിം സെർച്ച് ബാറിൽ വരില്ല. അപ്പോൾ ഗായ്സ്, നിങ്ങൾ അതൊന്ന് നോക്കുക. എന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂവേഴ്സും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കൂടാൻ വേണ്ടി നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ഗായ്സ്. അപ്പോൾ ഇനി അടുത്തത് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. യുണീക്കായിട്ടുള്ള നെയിം ചാനലിലിടുക. യുണീക്കായിട്ടുള്ള നെയിംസ് നിങ്ങൾ ചാനൽ നെയിമായിട്ട് ചൂസ് ചെയ്യുക. ഇപ്പം ഒരേ നെയിമുള്ള ചാനലുകളൊക്കെ കുറേ ഇപ്പോൾ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം ജയരാജ് ജി നാഥ് എന്ന് പറയുന്നൊരു വലിയ യൂട്യൂബറുണ്ട്. അദ്ദേഹത്തിൻ്റെ ചാനൽ നെയിമൊക്കെ വെച്ച് ചാനൽ ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അൺബോക്സിങ് ഡ്യൂഡ്. അപ്പോൾ അൺബോക്സിങ് ഡ്യൂഡ് എന്നുള്ള ചാനൽ നെയിമിൽ തന്നെ ആളുകളൊക്കെ ഇപ്പോൾ യൂട്യൂബിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ ചെയ്ത വഴി ഗായ്സ് നിങ്ങളുടെ ചാനലിന് ഒരു ഇത് കിട്ടില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനലിലോട്ട് വ്യൂസ് വരാൻ വളരെ ചാൻസ് കുറവാണ്. നിങ്ങൾ യുണീക്കായിട്ടുള്ള നെയിംസ് നിങ്ങളുടെ ചാനലിൽ ട്രൈ ചെയ്ത് നോക്കുക. അതൊരു ടിപ്പാണ് ഗായ്സ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനൽ നെയിം സെർച്ച് ബാറിൽ വരാൻ വേണ്ടിയുള്ള ഗായ്സ്. അപ്പം മൂന്നാമത്തെ ടിപ്പല്ല ഗായ്സ്, അത് നമ്മൾ ചെയ്തേ പറ്റൂ. എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ നെയിം എന്തായാലും സെർച്ച് ബാറിൽ കൊണ്ടുവരാൻ പറ്റൂ. ഇത് വളരെ ഈസിയാണ്. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രോം ബ്രൗസറിൽ പോവുക. ക്രോം ബ്രൗസറിൽ പോയതിന് ശേഷം അവിടെ ചെന്ന് വൈറ്റ് സ്റ്റുഡിയോ എടുക്കുക. അപ്പോൾ ഗായ്സ്, നമുക്ക് എന്ത് ചെയ്യാം? മൊബൈലിലോട്ട് പോവാം. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ക്രോം ബ്രൗസറിൽ നമ്മുടെ വൈറ്റി സ്റ്റുഡിയോയിലോട്ട് പോവുക. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വൈറ്റി സ്റ്റുഡിയോ നമ്മളെ ഡെസ്ക്ടോപ്പ് വെർഷനാണ് എടുക്കാനുള്ളത്. ഡെസ്ക്ടോപ്പ് വെർഷൻ എടുക്കാൻ വളരെ സിമ്പിളാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ആരോ ചിഹ്നം പോലെ അല്ലെങ്കിൽ മൂന്ന് ഒരു ഡോട്ട് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഇതെൻ്റെ യൂട്യൂബിൻ്റെ വൈറ്റി സ്റ്റുഡിയോയാണ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇവിടെ ലോഡിംഗ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ലോഡിങ്ങിൻ്റെയൊക്കെ. നമുക്ക് എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഗൈസ്, ഇവിടെ അതാ സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു സെറ്റിങ്സിൻ്റെ ഒരു ചിഹ്നമുണ്ട്. ആ സെറ്റിങ്സിൻ്റെ ചിഹ്നത്തിലൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ലോഡിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സെറ്റിങ്സ് ലോഡിങ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ക്ലിക്ക് ചെയ്യുക. ചാനൽ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ നമ്മുടെ ചാനൽ കീവേഡ്സ് അതുപോലെ തന്നെ നമ്മളെ കൺട്രി ഓഫ് റെസിഡൻസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ കീവേഡ് എന്ന് പറയുമ്പം നമ്മൾ യുണീക്കായിട്ടുള്ള കീവേഡ് എന്ന് പറഞ്ഞാൽ യുണീക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിനെ പറ്റിയുള്ള കീവേഡ്സ്. ആ കീവേഡ്സിനോടൊപ്പം നമ്മുടെ ചാനൽ നെയിമും കൂടെ ടൈപ്പ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ നെയിമും കൂടെ ടൈപ്പ് ചെയ്താലേ നമ്മുടെ സെർച്ച് ബാറിൽ നമ്മുടെ ചാനൽ നെയിം വരുള്ളൂ. അപ്പം നമ്മൾ എന്ത് വീഡിയോസാണ് ചെയ്യുന്നത്, അത് എന്തിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളുമാണ് ചെയ്യുന്നതെന്ന് നമ്മുടെ ഈ ചാനൽ കീവേഡ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം അവിടെ സേവ് ചെയ്യുക. അപ്പോൾ ഗായ്സ്, ഞാൻ അവിടെ സേവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോറി ഗായ്സ്, എന്ന് ചോദിച്ചാൽ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. അത് എല്ലാ വീഡിയോയിലും പറയണമെന്ന് വിചാരിക്കുന്നതാണ്, പക്ഷേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയാൻ പറ്റില്ല. അപ്പം ഞാനൊരു പ്രൊമോഷൻ ക്യാമ്പേജ് എന്ന് പറഞ്ഞാൽ ചാനൽ പ്രൊമോഷൻ ക്യാമ്പേജ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു 10 ചാനലിനെ ഞാൻ ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ അവിടെ ചെന്ന്
ഫ്രീ പ്രൊമോഷനിലൊന്ന് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഞാൻ ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് പോകാം ഗായ്സ്. അപ്പോൾ നമ്മുടെ ഫോർത്ത് ടിപ്പ് വളരെ സിമ്പിളാണ്. എന്തെന്ന് വെച്ചാൽ അത് മിക്ക പേർക്കും അറിയില്ലാത്തൊരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസിന് നമ്മൾ ടാഗ് ചെയ്യാറുണ്ട്. നമ്മുടെ വീഡിയോസ് നമ്മൾ ടാഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമ്മുടെ YT സ്റ്റുഡിയോയിലുണ്ട്. നമ്മൾ ടാഗ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആ വീഡിയോസിൻ്റെ ടാഗിൽ നിങ്ങളുടെ ചാനൽ നെയിം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ വീഡിയോകളുടെ ടാഗിൽ നിങ്ങളുടെ ചാനൽ നെയിം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്ന വഴി ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ചാനലിനെ സെർച്ച് ബാറിൽ കൊണ്ടുവരാനും അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോസും സെർച്ചിങ്ങിൽ കൂടെ വരാനും ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ ഈ ടിപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും വർക്കിംഗ് ആണ് ഗായ്സ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ ഗായ്സ്, എളുപ്പമാണ്. എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ ചാനൽ നെയിം സെർച്ച് ബാറിൽ കൊണ്ടുവരാമെന്നുള്ളതാണ്. എന്നു പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ചാനൽ ഇതുവരെ സെർച്ച് ബാറിൽ വരുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ പുതിയൊരു യൂട്യൂബറാണെന്ന് പറഞ്ഞാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഞാനൊരു യൂട്യൂബർ. ആദ്യം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴൊക്കെ എനിക്കും കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ഇതേപോലെ പല ഫ്രണ്ട്സിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസും കണ്ടു നോക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ വീഡിയോ കാണുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒന്ന് ചാനൽ നെയിം ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ മാറ്റുക, വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഡെയിലി തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. വ്യൂസും കിട്ടും, അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കിട്ടും, സെർച്ച് ബാറിൽ ചാനൽ നെയിമും വരും. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും വർക്കിംഗ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ആ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതാണ്. ഇനിയൊരു നല്ല വീഡിയോ കാണാം ഫ്രണ്ട്സ്. ഇറ്റ്സ് മീ ഇന്നോവേറ്റീവ് ഡ്യൂഡ് ആൻഡ് ബൈ.